നമസ്കാരം, ചാനൽ 91 ന്യൂസിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും നിങ്ങൾ ഉപയോഗിക്കുന്നതിൽ കൂടുതൽ കറണ്ട് ബില്ല് വരുന്നതായി തോന്നിയിട്ടുണ്ടോ? എങ്കിൽ അതിൻ്റെ കാരണം എന്താണെന്ന് നോക്കാം. എന്താണ് ആനുവൽ ക്യാഷ് ഡെപ്പോസിറ്റ്? സാധാരണയായി കണക്ഷൻ എടുക്കുമ്പോൾ ജനങ്ങളുടെ കയ്യിൽ നിന്നും ഒരു നിശ്ചിത തുക വാങ്ങുന്നതിനെയാണ് ആനുവൽ ക്യാഷ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. എന്നാൽ ഇപ്പോഴിതാ KSEBയുടെ ഇഷ്ടത്തിന് കൂടുതൽ പൈസ ക്യാഷ് ഡെപ്പോസിറ്റ് എന്ന പേരിൽ ജനങ്ങളിൽ നിന്നും ഈടാക്കുന്നു. ഇതിലെ പ്രധാന പ്രശ്നം എന്തെന്നാൽ ഇത് ജനങ്ങളെ അറിയിക്കാതെ ഏകപക്ഷീയമായിട്ടാണ് വാങ്ങിച്ചെടുക്കുന്നത്. എന്തിനാണ് ഇങ്ങനെ ഒരു ഡെപ്പോസിറ്റ്? ജനങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് ഏതെങ്കിലും ഒരു മാസത്തെ ബില്ലടയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ ഈ ഡെപ്പോസിറ്റിൽ നിന്നും എടുത്ത് അടയ്ക്കാൻ സാധിക്കുന്നതാണ്. എന്നാൽ ഇങ്ങനെ എവിടെയെങ്കിലും നടന്നതായി നിങ്ങളുടെ അറിവിലുണ്ടോ? ഉടമസ്ഥൻ സ്ഥലത്തില്ലാത്തപ്പോഴോ അസുഖം ബാധിച്ച് കിടപ്പിലാവുമ്പോഴോ KSEB ഈ പൈസ തിരിച്ചടക്കേണ്ടതാണ്. എന്നാൽ ഇവിടെ നടക്കുന്നത് ആരും പറയാതെ തന്നെ നമുക്കറിയാം. ഫ്യൂസ് ഊരി കൊണ്ടുപോകും. അപ്പോൾ എന്തിനാണിത്? യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു ക്യാഷ് ഡെപ്പോസിറ്റിന് തന്നെ ആവശ്യമുണ്ടോ? ഇങ്ങനെ നിങ്ങൾ ഈ കൊടുക്കുന്ന പൈസ നിങ്ങൾക്ക് തിരികെ ലഭിക്കുമോ എന്നറിയാം. ഈ കൊടുക്കുന്ന ഡെപ്പോസിറ്റ് കറണ്ട് കണക്ഷൻ വേണ്ടെന്ന് വെച്ചാൽ ജനങ്ങൾക്ക് തിരികെ നൽകണം എന്നാണ്. പക്ഷേ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ആരെങ്കിലും കറണ്ട് കണക്ഷൻ വേണ്ടെന്ന് വെക്കുമെന്ന്? ഒരിക്കലുമില്ല. അപ്പോൾ ഈ പൈസ KSEB വിഴുങ്ങുകയാണ്. മനസ്സിലായില്ലേ? എന്നിട്ട് കാലാകാലങ്ങളിൽ അവർക്ക് തോന്നും പോലെ ഈ ഡെപ്പോസിറ്റ് തുക അവർക്ക് തോന്നുന്ന രീതിയിൽ ജനങ്ങളിൽ നിന്നും ഈടാക്കുകയാണ്. നിങ്ങളുടെ കറണ്ട് ബില്ല് എടുത്തു നോക്കിയാൽ കാണാം, ASED എന്ന പേരിൽ എന്തിനാണ് എന്നറിയാതെ, എന്ത് മാനദണ്ഡത്തിലാണ് എന്നറിയാതെ ആയിരക്കണക്കിന് രൂപയാണ് കൂടി വരുന്നത്. ഇത് നിങ്ങൾക്ക് വരുന്ന കറണ്ട് ബില്ലിൻ്റെ കൂടെ കൂട്ടിയാണ് അവർ നിങ്ങളുടെ കയ്യിൽ നിന്നും ഈടാക്കുന്നത്. നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന ബില്ല് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒന്ന് എടുത്തു നോക്കൂ. KSEBയുടെ കൊള്ള വ്യക്തമാക്കാം. ഉദാഹരണത്തിന് 2729 രൂപ ബില്ല് വന്ന വ്യക്തിയുടെ എനർജി ചാർജ്, അതായത് അയാൾ ഉപയോഗിച്ച ഊർജം 1594 രൂപ 45 പൈസയുടെ കറണ്ടാണ്. ഇതിൽ 1200 രൂപ അധികമാണ്. ഇതിൽ 10% ഡ്യൂട്ടി, പിന്നെ ഫ്യുവൽ ചാർജ്. എന്തിനാണ് കറണ്ട് ഉപയോഗിക്കുന്ന നമ്മൾ ഫ്യുവൽ ചാർജ് കൊടുക്കേണ്ടത്? ഇനി ഒരു ഫിക്സഡ് ചാർജ് കൂടിയുണ്ട്. ഈ ബില്ലിൽ അത് 240 രൂപയാണ്. നിങ്ങളുടെ ചാർജ് എത്രയാണ് എന്ന് ഒന്ന് പോയി നോക്കൂ. ഇനി മീറ്റർ റെന്റ്. നിങ്ങളുടെ മീറ്ററിന് എന്തിനാണ് നിങ്ങൾ റെന്റ് കൊടുക്കുന്നത്? അടുത്തതാണ് തമാശ. നിങ്ങളുടെ കാശ് കൊടുത്ത് വാങ്ങിച്ച, നിങ്ങൾ മാസം തോറും വാടക കൊടുക്കുന്ന നിങ്ങളുടെ മീറ്ററിന് GST. ഇനി ഓട്ടോ റിക്കവറി, അതായത് സ്വമേധയാ റിക്കവർ ചെയ്യുന്നതിനുള്ള ചാർജ്. ഇതിന് 35 രൂപ 10 പൈസ. ഇനിയാണ് റൗണ്ട് ഓഫ്. ഇതൊന്ന് വട്ടം എത്തിക്കണ്ടേ? തീർന്നില്ല. ഇനി അഡ്വാൻസ്. എന്തിനാണ്? അടുത്തത് സർചാർജ്. ഇനി യൂണിറ്റ് ചാർജ് വേറെയുണ്ട്. ഇത്രയും കൊള്ളയ്ക്ക് പുറമെയാണ് വർഷാവർഷം കറണ്ട് ചാർജ് കൂട്ടുന്നത്. കറണ്ട് ചാർജ് കൂടുമ്പോൾ ആനുപാതികമായി ഈ തുകകളും കൂടും. നിങ്ങൾ ഉപയോഗിച്ച കറണ്ട് ചാർജിന് പുറമെ വേറെ എന്തൊക്കെ ചാർജുകൾ നിങ്ങളറിയാതെ നിങ്ങൾ കൊടുത്തിട്ടുണ്ടെന്ന് നിങ്ങൾ തന്നെ ഒന്ന് പരിശോധിച്ച് നോക്കൂ. നിങ്ങൾ അറിയുന്നുണ്ടോ KSEB നിങ്ങളെ കൊള്ളയടിക്കുന്നത്? ജനങ്ങളെ മണ്ടന്മാരാക്കി അവരെ കൊള്ളയടിക്കുകയല്ലേ KSEB ചെയ്യുന്നത്? സത്യത്തിൽ നമ്മളെ വെളിച്ചത്തിലിരുത്തി ഇരുട്ടിലാക്കുകയല്ലേ ഈ KSEB?